ഹായ്, എന്തൊക്കെയാ വിശേഷം? 4-5 ദിവസമായില്ലേ കണ്ടിട്ട്. കുറച്ച് തിരക്കായി പോട്ടോ. എന്നാലും 3-4 പേര് എന്നോട് വന്ന് ചോദിച്ചു, എവിടെ ബാക്കി കഥ, എന്താ അടുത്ത കഥ എന്നൊക്കെ. വളരെ സന്തോഷം. അപ്പോ എന്തായാലും തുടങ്ങിയല്ലേ, ഞാൻ പെട്ടെന്ന് തീർത്തേക്കാം. അങ്ങനെ വരരുചി നമ്മുടെ ബ്രാഹ്മണന്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോ ഈ പഞ്ചമിയുടെ ശബ്ദം കേട്ടതിന് ശേഷം വരരുചിക്ക് ഒരു ആഗ്രഹം, ഈ സുന്ദരമായ ശബ്ദത്തിന്റെ ഉടമയെ ഒന്ന് പരീക്ഷിക്കണം. ആളുടെ ബുദ്ധിശക്തി എത്രയുണ്ടെന്നുള്ളത് ആൾക്കൊന്ന് അറിയണം. ശരി, ആള് പഞ്ചമിയോടായിട്ട്, ബ്രാഹ്മണനോടായിട്ട് ഇങ്ങനെ പറയാണ്, ശരി ഞാനിവിടെ നിൽക്കാം, പക്ഷേ എന്റെ കുറച്ച് വ്യവസ്ഥകൾ അംഗീകരിക്കണം, എന്നാൽ മാത്രമേ ഞാനിവിടെ നിൽക്കുള്ളൂ. ശരി, വ്യവസ്ഥകൾ എന്താന്നൊക്കെ പറഞ്ഞോളൂ. അപ്പൊ ആള് പറയാണ്, ഭക്ഷണത്തിന് മുന്നേ എനിക്കൊന്ന് കുളിക്കണം. ശരി, കുളി കഴിഞ്ഞ് വന്ന ഉടനെ എനിക്ക് വീരാളിപ്പട്ട് വേണം ഉടുക്കാൻ. ശരി, അത് കഴിഞ്ഞ് 100 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. 101 വിഭവമുള്ള കറികൾ കൂട്ടി വേണമുള്ള സദ്യ വേണം എനിക്ക് തരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് എനിക്ക് 3 പേരെ തിന്നണം. അത് കഴിഞ്ഞ് 4 പേര് എന്നെ ചുമക്കണം. ഇത് കേട്ട് കിളി പോയ ബ്രാഹ്മണൻ നേരെ പഞ്ചമി ഇങ്ങനെ നോക്കി. അപ്പൊ പഞ്ചമി പറഞ്ഞു, ഇതന്നെ ഓക്കെ, വെൽ സെറ്റ്, ആളോട് കുളിച്ചോട്ട് വരാൻ പറഞ്ഞോളൂ. അങ്ങനെ ആള് കുളിച്ചിട്ട് വരികയാണ്. കുളിച്ച് വന്ന ഉടനെ പഞ്ചമി പറയണം, അച്ഛാ ഇതാ ചീന്തൽ കോണക അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വീരാളിപ്പട്ട് എന്ന് പറഞ്ഞ ആൾ ഉദ്ദേശിക്കുന്ന ഇതാന്ന് പറഞ്ഞു. ഓക്കെ, അത് സോൾവ് ചെയ്തു. അപ്പൊ മോളെ 100 പേർക്കുള്ള സദ്യ അച്ഛാ വൈശ്യം കഴിപ്പിക്കാനുള്ള പൂജാ സാമഗ്രികളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിധിപ്രകാരം വൈശ്യം കഴിപ്പിച്ചു കഴിഞ്ഞാൽ 100 ദേവന്മാർക്ക് സമ്പൽ സമൃദ്ധമായ ഭക്ഷണം കൊടുത്തു എന്നാണ് പ്രമാണം. ശരി, അത് കഴിഞ്ഞ് ഉണ്ണാൻ വന്നിരിക്കുന്ന വരരുചിക്ക് ആള് ചോറിന്റെ കൂടെ ഒരു കറിയാണ് വിളമ്പിയത്. അപ്പോഴേക്ക് ബ്രാഹ്മണൻ ചോദിക്കുകയാണ്, മകളെ 101 കറി എന്നല്ല ആള് പറഞ്ഞു, ഇതിപ്പോ ഒരൊറ്റ കറിയല്ലുള്ളൂ. അച്ഛാ ഇത് ഇഞ്ചിക്കറിയാണ്. ഒരു ഇഞ്ചിക്കറി അല്ലെങ്കിൽ ഇഞ്ചിക്കറി 101 വിഭവങ്ങൾക്ക് സമമെന്നാണ് പ്രമാണം. അതും അവിടെ സോൾവായി. ഭക്ഷണം കഴിച്ചു വന്ന വരരുചിക്ക് ആള് മുറുക്കാനും കൂടി കൊടുത്തു. 3 കൂട്ടിയുള്ള മുറുക്കൻ, 3 പേരെ തിന്നണം എന്നുള്ളത് അവിടെയായി. അതും കഴിഞ്ഞ ഉടനെ പഞ്ചമി നേരെ 4 കാലുള്ള കട്ടില് കാണിച്ചു കൊടുത്തിട്ട് പറയണ, 4 പേര് ചുമക്കണം എന്ന് പറഞ്ഞത് 4 കാലുള്ള കട്ടിലിൽ ആൾക്ക് വിശ്രമിക്കണം എന്നാണ്. ഇതാ കട്ടിലോടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും പഞ്ചമിയുടെ ബുദ്ധി സാമർത്ഥ്യത്തില് അതിസന്തുഷ്ടനായ ആകൃഷ്ടനായ വരരുചി ആളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയും അത് ബ്രാഹ്മണനോട് തുറന്നു പറയുകയും ചെയ്യുന്നു. അങ്ങനെ ബ്രാഹ്മണൻ പഞ്ചമിയുടെ ഇഷ്ടത്തോടു കൂടി അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ 3-ാം നാൾ ഇവർ രണ്ടും ചേർന്ന് ബ്രാഹ്മണന്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് ഒരു ദേശാടനത്തിനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ വഴിമധ്യേ പഞ്ചമിക്ക് വളരെയധികം ക്ഷീണം തോന്നുകയും വരരുചിയുടെ കാലിലിങ്ങനെ തലവെച്ച് ഉറങ്ങുകയും ചെയ്തു. അപ്പോഴാണ് വരരുചി ശ്രദ്ധിക്കുന്നത്, ആളുടെ നെറ്റിയിൽ ഇവിടെ പൊള്ളലേറ്റ് കരിഞ്ഞ് ഉണങ്ങിയ ഒരു പാട്. എഴുന്നേറ്റ ഉടനെ പഞ്ചമിയോട് ചോദിക്കുകയാണ്, പഞ്ചമി എന്താണ് നിന്റെ നെറ്റിത്തടത്തിൽ ഒരു പൊള്ളലേറ്റ പാട്? പഞ്ചമി അവിടെ ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ഒരു 14 വർഷം പഴക്കമുള്ള ഒരു കഥ. അതായത് 14 വർഷം മുന്നേ പഞ്ചമിയുടെ ഈ അച്ഛനും അമ്മയ്ക്കും മക്കളില്ലായിരുന്നു. അങ്ങനെ അവരൊരു ദിവസം പുഴക്കരയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു തീപ്പന്തം വെച്ച ചങ്ങാടം ഇങ്ങനെ വരികയുണ്ടായി. അതിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ജനിച്ച് 3-4 ദിവസം